നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത് ഡൈനാമിക് ലോഡിംഗ് എന്നുള്ള കോൺസെപ്റ്റാണ് അല്ലേ. ഡൈനാമിക് ലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? എന്താ പറയുക, നമ്മുടെ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് പ്രൈമറി മെമ്മറിയിലേക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ഫയലുകളെ കൊണ്ടുവന്ന് ഇടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡൈനാമിക് ലോഡിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ ഓൾറെഡി സിയിൽ ചെയ്തിട്ടുണ്ട്. ഡാറ്റ സിസ്റ്ററിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള കോഡിനെ നമ്മൾ എൻ്റർ ചെയ്യാണ് ചെയ്തത്. നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസിനൊക്കെ കോഡിങ് ചെയ്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവരികയാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് നമ്മൾ ചെയ്യാറ്. പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾ കുറേ ഷെയർഡ് ലൈബ്രറീസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്താണ് ലൈബ്രറീസ്? ഷെയർഡ് ലൈബ്രറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പ്രിൻ്റ് എഫ് യൂസ് ചെയ്തിട്ടുണ്ട്, സ്കാൻഫ് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഇൻഫോർമേഷൻ ഓൾറെഡി സ്റ്റോർഡ് ആണ് ലൈബ്രറി ഫയൽസിൽ, അല്ലെങ്കിൽ ഷെയർഡ് ലൈബ്രറീസിൽ ഓൾറെഡി സ്റ്റോർഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ആവശ്യമുള്ള ലൈബ്രറി ഫയൽസിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്തു, അല്ലെങ്കിൽ ആവശ്യമുള്ള ഫയൽസിനെ. ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ ഒരുപാട് ഫയൽസ് ഉണ്ടാവും, ഇപ്പോൾ ഹൺഡ്രഡ്സോ തൗസൻഡ്സോ ഒക്കെ ആയിട്ട് ഒരുപാട് ഫയൽസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പ്രോഗ്രാമിലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹാഷ് ഇൻക്ലൂഡ് എന്നുള്ള ഒരു പ്രോഗ്രാം കോഡ് യൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ പ്രോഗ്രാമിലേക്ക് ലോഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ പ്രിൻ്റ് എഫ്, സ്കാൻഎഫ്, കോണിയോ, STRLEN, അതേപോലെയുള്ള അങ്ങനെയുള്ള എല്ലാ ഫയൽസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രോഗ്രാമിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഷെയർഡ് ലൈബ്രറീസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്, നിങ്ങൾ യൂസ് ചെയ്ത കാര്യങ്ങളാണ്. ഇനി ഷെയർഡ് ലൈബ്രറീസിൽ വരുന്ന ഡാറ്റാസിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലൂടെയാണ് നമ്മൾ ആ ഓരോ കോഡിനെയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് ലോഡ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഈ ലോഡിംഗ് പ്രോസസ്സ്, അതായത് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആ ഒരു പ്രോഗ്രാം കോഡിനെ നമ്മുടെ പ്രോഗ്രാമായിട്ട് ലിങ്ക് ചെയ്യാം. ഈ ലിങ്കിങ് പ്രോസസ്സിനെയാണ് നമ്മൾ ലിങ്കിങ് എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി ഉള്ള ഇപ്പോൾ നമ്മൾ നോർമലി പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ പ്രോഗ്രാം എക്സിക്യൂട്ടബിൾ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഒരു ലിങ്കിങ് പ്രോസസ്സിലൂടെ അതിനെ എക്സിക്യൂട്ടബിൾ കോഡാക്കിയിട്ട് മാറ്റും. അതേപോലെ നമുക്ക് ആവശ്യമുള്ള ഫയൽസിനെയൊക്കെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷെയർഡ് ലൈബ്രറീസിലെ ആഷ് ഇൻക്ലൂഡ് എന്നുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രോഗ്രാമിലേക്ക് അതിനെ ലിങ്ക് ചെയ്യും. ഇനി ഈ ലിങ്കിങ് ചെയ്യുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് സ്റ്റാറ്റിക് ലിങ്കിങ് എന്നുള്ളൊരു കോൺസെപ്റ്റും ഉണ്ട്, ഡൈനാമിക് ലിങ്കിങ് എന്നുള്ള കോൺസെപ്റ്റും ഉണ്ട്. സ്റ്റാറ്റിക് ലിങ്കിങ് എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി നമ്മൾ സ്റ്റാറ്റിക് ലോഡിങ്ങും ഡൈനാമിക് ലോഡിങ്ങും പറഞ്ഞതാണ്. അതേപോലെ സ്റ്റാറ്റിക് ലിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത ഫയലിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് ഫങ്ഷൻസിനെയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് ലോഡ് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ stdio.h യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതിൽ എന്തൊക്കെയുണ്ട്, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ പ്രിൻ്റ് എഫ്, സ്കാൻഎഫ്, അങ്ങനെയുള്ള, അതേപോലെ തന്നെ ഗെറ്റസ്, പുട്ടസ്, അങ്ങനെയുള്ള ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. എല്ലാ ഫങ്ഷൻസിനെയും ആവശ്യമുള്ളതാണെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യും, നമ്മുടെ പ്രോഗ്രാമിലേക്ക് അതിനെ ലോഡ് ചെയ്യും. അതാണ് സ്റ്റാറ്റിക് ലിങ്കിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. System libraries are treated like any other object module and are combined by loader into the binary program image. അതായത് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കംപ്ലീറ്റ് പ്രോഗ്രാം കോഡിനെയും ലിങ്ക് ചെയ്യുന്ന പ്രോസസ്സാണ് സ്റ്റാറ്റിക് ലിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഡൈനാമിക് ലിങ്കിങ് ആണെന്നുണ്ടെങ്കിലോ, ഡൈനാമിക് ലിങ്കിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫങ്ഷൻസിന്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ലൈബ്രറീസിന് മാത്രം എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രിൻ്റ് എഫ് ആവശ്യമുള്ളിടത്താണെങ്കിൽ പ്രിൻ്റ് എഫിനെ ലോഡ് ചെയ്യും, സ്കാൻഎഫ് ആവശ്യമുള്ളിടത്താണെങ്കിൽ സ്കാൻഎഫിനെ ലോഡ് ചെയ്യും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ളതിന് മാത്രം ലിങ്കിങ് പ്രോസസ്സ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ഡൈനാമിക് ലിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഈ ഡൈനാമിക് ലിങ്കിങ് ചെയ്യുമ്പോൾ ഒരു പ്രോഗ്രാം കോഡ് യൂസ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് സ്റ്റെബ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റെബ് ആണ് എന്ത് ചെയ്യുന്നത്, പോയിൻറ്റിങ് ടു ദി ലൈബ്രറി ഫങ്ഷൻസിലേക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടബിൾ കോഡാണ് സ്റ്റെബ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ സ്റ്റെബിലൂടെയാണ് ആദ്യം, ഇപ്പോൾ നമുക്ക് പ്രിൻ്റ് എഫ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആദ്യം പ്രൈമറി മെമ്മറിയിൽ അത് പോയിട്ട് നോക്കും സ്റ്റെബ് ഉണ്ടോ എന്നുള്ളത്.
സ്റ്റബ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റബും ലൈബ്രറി ഫങ്ഷൻസും കൂടി തമ്മിൽ പോയിന്റ് ചെയ്യും, അത് തമ്മിൽ എക്സിക്യൂഷൻ നടക്കും. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പിൽ ഒരു പ്രാവശ്യം നമ്മളൊരു കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ നമ്മുടെ പ്രൈമറി മെമ്മറിയിൽ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് എഫ് എന്നുള്ളതൊക്കെ ഒരുപാട് തവണ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും അതെടുത്ത് ലിങ്ക് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പകരം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോഡ് നമ്മുടെ പ്രൈമറി മെമ്മറിയിൽ സ്റ്റോർഡ് ആക്കി വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റോർ ചെയ്ത് വെച്ച കോഡാണ് സ്റ്റബ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമിൽ 2ഉം 3ഉം പ്രിൻ്റ് എഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം മാത്രം സ്റ്റബ് ക്രിയേറ്റ് ചെയ്യും. ബാക്കിയുള്ള സമയത്തൊക്കെ ഈ പ്രൈമറി മെമ്മറിയിൽ പോയിട്ട് ചെക്ക് ചെയ്യും, സ്റ്റബിൽ ഈ പറഞ്ഞ കമാൻഡ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തിട്ടാണ് പിന്നെ എക്സിക്യൂഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡൈനാമിക് ലിങ്കിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇനി ഈ ഡൈനാമിക് ലിങ്കിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഡൈനാമിക് ലിങ്കിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞു ആവശ്യമുള്ളതിനെ മാത്രം പ്രൈമറി മെമ്മറിയിൽ ഓരോ പ്രാവശ്യം അത് പോയി ചെക്ക് ചെയ്യും, ആവശ്യമുള്ളതിനെ മാത്രം എടുത്ത് അപ്പോൾ ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്ത് വീണ്ടും അതേ കോഡ് തന്നെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രൈമറി മെമ്മറിയിലാണ് ഫസ്റ്റ് ചെക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് എക്സിക്യൂഷൻ നടക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും പ്രൈമറി മെമ്മറിയിൽ നിന്ന് ലോഡ് ചെയ്യും. ഇങ്ങനെയാണ് നടക്കുന്നത്. ഇനി എന്താ പറയുക, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിക് ലിങ്കിങ് ആണെന്നുണ്ടെങ്കിൽ പ്രോസസ്സിങ് ഫാസ്റ്റായിട്ട് നടക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിന് എടുത്ത് അങ്ങനെ എക്സിക്യൂഷൻ നടന്നാൽ മതി. പക്ഷേ മെമ്മറി സ്പേസ് കൺസ്യൂമിങ് ആണ്. ഡൈനാമിക് ലിങ്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം മെയിൻ മെമ്മറിയിൽ കൊണ്ടുവന്നാൽ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടി പ്രോഗ്രാമിംഗ് എന്നുള്ള കോൺസെപ്റ്റ് അവിടെ പോസിബിൾ ആണ്. ഒന്നിലധികം പ്രോഗ്രാമുകൾക്ക് വേണമെങ്കിൽ എക്സിക്യൂഷൻ പോസിബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും ഓരോ സമയത്ത് പോയിട്ട് പ്രൈമറി മെമ്മറിയിൽ ചെക്ക് ചെയ്യണം, ഉണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ പോയി ലിങ്ക് ചെയ്യണം, ഉണ്ടെങ്കിൽ അവിടെ നിന്നെടുത്ത് എക്സിക്യൂഷൻ നടക്കണം. അപ്പോൾ അതിനനുസരിച്ച് ചെറിയൊരു ടൈം റെഡ്യൂസ് ചെയ്യും, പക്ഷേ മെമ്മറി സ്പേസ് നമുക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഷെയർഡ് ലൈബ്രറീസ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ദെൻ ഈ ഷെയർഡ് ലൈബ്രറീസിൻ്റെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇപ്പോൾ പ്രിൻ്റ് എഫ്, സ്കാൻഎഫ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ഷെയർഡ് ലൈബ്രറീസ് ആയിട്ടാണ് വരുന്നത് അല്ലേ. അത് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള കോഡിനെ ജസ്റ്റ് അതിനെ കോൾ ചെയ്താൽ മാത്രം മതി. ആവശ്യമുള്ളിടത്ത് കൊണ്ടുപോയിട്ട് കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് കോഡ് അവിടെ ലിങ്ക് ആവും. ഇതാണ് ഷെയർഡ് ലൈബ്രറീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ ഡൈനാമിക് ലിങ്കിങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം, ഷെയർഡ് ലൈബ്രറീസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. നെക്സ്റ്റ് നമുക്ക് വരുന്നത് സെമാഫോർ അല്ല, സ്വാപ്പിംഗ് എന്നുള്ള കോൺസെപ്റ്റാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.